ഹായ് ഗായ്സ്, അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയിലി വ്ളോഗ്സ്. ഇന്നൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല നാടൻ കുമ്പളങ്ങ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ടൊരു ചട്ടി എടുത്ത് അതിലേക്കൊരു അര കുമ്പളങ്ങ ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് നമുക്കിടാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വേണ്ട സാധനങ്ങളാണ് ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ കുറച്ച് കറിവേപ്പില എന്നിവ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഈ ഇട്ടിരിക്കുന്ന എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനായി 2 കപ്പ് തേങ്ങ എടുക്കാം. അതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളിയും, അതുപോലെ ഒരു 4 ചെറുുള്ളിയും, അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും, പിന്നെ കുറച്ച് ജീരകം ആഡ് ചെയ്യണേ. ഞാൻ ജീരകം ആദ്യം ആഡ് ചെയ്യാൻ മറന്നായിരുന്നു. പിന്നീട് കുറച്ച് ജീരകവും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കുള്ള തൈര്, നല്ല കട്ടത്തൈരാണെങ്കിൽ നിങ്ങൾക്ക് ഈ അരപ്പ് മാറ്റി അതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് അതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കട്ട മാറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിവിടെ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. നല്ല ക്രീമി ടെക്സ്ചറാണ് കേട്ടോ, ഒട്ടും കട്ട പിടിക്കാത്തതാണ്. നല്ല നാടൻ പുളിയുള്ള തൈരാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കയ്യിലും 3 കയ്യിലാണ് കേട്ടോ തൈര് ഞാൻ യൂസ് ചെയ്യുന്നത്. UAE-ലുള്ളവർക്കറിയാം, ഇവിടെ യോഗേർട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. ഇതിൻ്റെ സീക്രട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്തായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അരപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഞാനിതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് തുറന്ന് വെച്ച് തന്നെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം. നല്ലൊരു തിള വന്നാൽ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ഒന്ന് തിളയ്ക്കുന്നതിന് വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ തിളച്ചാൽ നമുക്ക് നമ്മൾ റെഡിയാക്കി തൈര് ഒഴിക്കാം. ഇപ്പോൾ ഞാൻ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ തിളയ്ക്കാൻ നമ്മൾ ഒട്ടും സമയം കൊടുക്കരുത് കേട്ടോ. കാരണം തിളച്ചാൽ കറി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ചൂടാകുന്നതിടം വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, തിളയ്ക്കരുത്. പിന്നെ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ചൂടായിട്ടുണ്ട് നമ്മുടെ കറി ഏകദേശം. ഈ ഒരു സമയം നമുക്ക് സ്റ്റൗവൊക്കെ ഓഫാക്കി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കുള്ള താളിപ്പ് റെഡിയാക്കാം. അതിനായി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായാൽ അതിലേക്കൊരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ചെറുുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് ആഡ് ചെയ്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഏകദേശം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വറ്റൽമുളക് ആഡ് ചെയ്യുന്ന ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ഗോൾഡൻ കളർ ആയാൽ പിന്നെ നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫാക്കി അതിലേക്ക് നമുക്കൊരു അര സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഓഫാണ്, അത് മറക്കരുത്. എന്നിട്ട് ഇത് റെഡി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തന്നെ കറിക്ക് മുളക് പൊടി ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു കളറും അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവും ലഭിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കുമ്പളങ്ങ മോരുകറി റെഡിയാണ്. ഇതൊരു ഈസി റെസിപ്പിയാണ്, എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.